പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാത സമയത്തിനായി വീണ്ടും ഞാൻ നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഒരു നല്ല പ്രഭാതം കൂടെ ദൈവം നമുക്ക് ദാനമായി നൽകി. ഇന്ന് പ്രഭാതത്തിലെ ധ്യാനത്തിനായിട്ട് 91-ാം സങ്കീർത്തനം അതിൻ്റെ 3-ാമത്തെ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: അവൻ നിന്നെ വേട്ടക്കാരന്റെ കണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും വിടുവിക്കും. ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാം, വേട്ടയാടാൻ പോകുന്നതായ ഒരു മനുഷ്യന്റെ അവന്റെ വലയിൽ, അവന്റെ കുരുക്കിനകത്ത് പെട്ടുപോയതായ ഒരു മൃഗത്തെ, ഒരു പക്ഷിയെ രക്ഷപ്പെടുക എന്ന് പറയുന്നത് വളരെ പ്രയാസകരമായ ഒരു കാര്യമാണ്. കാരണം ആ വലയ്ക്കകത്ത് പെട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്നും മരണത്താലാണ് ആ പക്ഷിക്ക് അല്ലെങ്കിൽ ആ മൃഗത്തിന് അതിൽ നിന്നൊരു മോചനമുണ്ടാകുന്നത്. ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ ദൈവജനം ശ്രദ്ധിക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, മനുഷ്യരായ എന്നെയും നിങ്ങളെയും തകർത്ത് കളയത്തക്ക നിലയിൽ, വേട്ടയാടത്തക്ക നിലയിൽ ഭൂമിയിൽ നൂടാടി സഞ്ചരിക്കുന്ന പൈശാചികമായ പോരിൻ്റെ ശക്തികളിൽ നിന്നും നമ്മെ വിടുവിക്കുവാൻ, അർത്ഥാൽ സാത്താന്യ ശക്തിയിൽ നിന്നും നമ്മെ വിടുവിക്കുവാൻ നമ്മുടെ കർത്താവിനും മാത്രമേ കഴിയൂ. ദൈവത്തിന് സ്തോത്രം. വേട്ടക്കാരന്റെ കണിയിൽ നിന്നും പക്ഷിയെ വിടുവിക്കുന്നത് പോലെ എന്ന് പറയുമ്പോൾ, ദുഷ്ടനായ പിശാചിന്റെ പിടിയിൽ നിന്നും നമ്മെ രക്ഷപ്പെടുത്തുവാൻ കഴിയുന്ന ഏക സത്യ ദൈവമാണ് കർത്താവായ യേശു ക്രിസ്തു. ദൈവത്തിന് സ്തോത്രം. പിശാച് അതേ ഊടാടി സഞ്ചരിക്കുകയാണ്. എഫേസ് ലേഖനമൊക്കെ നമ്മൾ വായിക്കുമ്പോൾ അവിടെ പിശാചിന്റെ തന്ത്രങ്ങളോട് നാം എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം ധരിക്കുക എന്ന് പൗലോസ് പറഞ്ഞിട്ടുണ്ട്. ഈ അന്ത്യകാലഘട്ടത്തിൽ പിശാച് വിശ്വാസികളെ, ദൈവത്തിന്റെ ജനത്തെ തകർത്ത് കളയത്തക്ക നിലയിൽ പല പദ്ധതികൾ ഒരുക്കി അവർ ഊടാടി സഞ്ചരിക്കുമ്പോൾ, അവന്റെ വലയിൽ അകപ്പെട്ടു പോകുന്ന വ്യക്തികളെ രക്ഷപ്പെടുത്തെടുക്കുക എന്ന് പറയുന്നത് മാനുഷികമായ ബുദ്ധിയാൽ വളരെ പ്രയാസകരമായ കാര്യമാണ്. എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം നമ്മെ ഓർപ്പിക്കുന്നു, ആ വേട്ടക്കാരന്റെ കണിയിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ്. എന്നെ ശ്രദ്ധിക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, നിങ്ങളെ തകർക്കുവാൻ, നിങ്ങളെ ഇല്ലാതാക്കുവാൻ, നിങ്ങളെ കുരുക്കിട്ട് നിങ്ങളുടെ മനസ്സിനെയും നിങ്ങളുടെ ശരീരത്തെയും നിങ്ങളുടെ ചിന്താഗതികളെയും നിങ്ങളുടെ തീരുമാനങ്ങളെയും ഒക്കെ കുരുക്കിട്ട് അവന്റെ ഇഷ്ടത്തിനനുസരിച്ച് സഞ്ചരിപ്പിച്ചു കൊണ്ടുപോകുവാൻ, അവന്റെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങളെ കൊണ്ടുപോകാൻ തക്കണം പിശാച് തന്ത്രങ്ങൾ മെനഞ്ഞ് നിങ്ങൾക്ക് ചുറ്റും ഊടാടി സഞ്ചരിക്കുമ്പോൾ അതിൽ നിന്നും വിടുവിക്കുവാൻ കഴിയുന്ന കർത്താവായ യേശു ക്രിസ്തു ഇന്ന് പകൽക്കാലം നിങ്ങളോട് ഓരോരുത്തരും ഓർപ്പിക്കുന്നു, നിങ്ങളെ രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം ദൈവത്തിന്റെ കരം കുറുകിയിട്ടില്ല. നിങ്ങളുടെ കണ്ണുനീർ കാണാതെ വണ്ണം യേശുവിന്റെ കരം, യേശുവിന്റെ ചെവികൾ അതേ മന്ദമായിട്ടില്ല. കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും സ്നേഹിക്കുന്ന ദൈവമാണ്. സ്തോത്രം. ഇന്ന് പകൽക്കാലം നിങ്ങൾക്കുണ്ടാകാമാകുന്ന എല്ലാ അനർത്ഥങ്ങളിൽ നിന്നും, എല്ലാ വേദനകളിൽ നിന്നും, എല്ലാ സങ്കടങ്ങളിൽ നിന്നും നിങ്ങളെ വിടുവിക്കുവാൻ ദൈവവിശക്തനത്രേ. ദൈവത്തിന് സ്തോത്രം. സംഘത്തിന്റെ ഗുഹയിലേക്ക് വലിച്ചെറിയപ്പെട്ടതായ ദാനിയേലിനെ അതേ വേട്ടയാടപ്പെട്ട് നശിപ്പിച്ച് കളയുവാൻ ശത്രുക്കൾ പദ്ധതിയിട്ടപ്പോൾ ദാനിയേലിനെ അവിടെ നിന്നും വിടുവിച്ചവനായ ദൈവം അത്രേ നമ്മുടെ ദൈവം. സ്തോത്രം. ചന്ദ്രക്കമേശക് അബേദ്നെഗോ 3 ബാലന്മാരെ തീച്ചൂളയിലേക്ക് വലിച്ചെറിയപ്പെട്ടുവെങ്കിലും അവിടെ നിന്നും അവരെ സുരക്ഷിതമായി വിടുവിച്ചെടുത്തത് കർത്താവായ യേശു ക്രിസ്തുവാണ്. ദൈവസാന്നിധ്യമാണെങ്കിൽ ഇന്ന് പകൽക്കാലം നിങ്ങളെ എറിയപ്പെടുന്ന എല്ലാ മണ്ഡലങ്ങളും നിങ്ങളെ വിടുവിച്ചെടുക്കുവാൻ യേശു ശക്തനായ ദൈവമാണ്. ആകയാൽ നിങ്ങൾ വ്യാകുലപ്പെട്ടു പോകരുത്, നിങ്ങൾ തളർന്നു പോകരുത്, നിങ്ങൾ തകർന്നു പോകരുത്. നിങ്ങളെ വിടുവിച്ചെടുക്കുവാൻ ശക്തനായ ഒരു ദൈവമുണ്ട്. സ്തോത്രം. അതേ സങ്കീർത്തനത്തിൽ അതാ വാക്യത്തിന്റെ 2-ാം ഭാഗം പറയുന്നു, നാശകരമായ മഹാമാരിയിൽ നമ്മെ വിടുവിക്കുന്ന ദൈവം, വേട്ടക്കാരന്റെ കണിയിൽ നിന്ന് നമ്മെ വിടുവിക്കുന്ന ദൈവം, നാശകരമായ അനുഭവങ്ങൾ നമ്മെ വിടുവിക്കുന്ന ദൈവം, നാശയോഗ്യമായ പലതും നമ്മുടെ ജീവിതത്തിനകത്തേക്ക് ഇട്ട്, അർത്ഥാൽ ശരീരത്തിനകത്തേക്ക് ചില രോഗപ്രയാസങ്ങൾ ഇട്ട്, മനസ്സിനകത്ത് ചില സംഘർഷങ്ങൾ കൊണ്ടുവന്നിട്ട്, നമ്മുടെ തലച്ചോറിനെ ചൂട് പിടിപ്പിച്ച്, നമ്മുടെ വഴികളെ മാറ്റിക്കളഞ്ഞ, നമ്മുടെ ചിന്താകുലങ്ങളെ മാറ്റിക്കളഞ്ഞ, നമ്മളെ ഒരു മനോവിഭ്രമമുള്ളവരാക്കി തീർക്കത്തക്ക നിലയിൽ ശത്രു നിന്റെ കൂടെ നിന്ന് നിനക്കെതിരായി പദ്ധതി ഇടുമ്പോൾ ഇന്ന് പകൽക്കാലം ഓർത്തുകൊള്ളുക സഹോദരങ്ങളെ, അതിൽ നിന്നൊക്കെ വിടുവിക്കുവാൻ, നാശകരമായ അനുഭവത്തിൽ നിങ്ങളെ വിടുവിച്ച് നിങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ എന്റെ യേശു മതിയായവനായ ദൈവമാണ്. ആകയാൽ ഇന്ന് പകൽക്കാലം നിങ്ങൾ വിശ്വസിക്കുക, നിങ്ങളുടെ സകല പ്രതികൂലത്തിൽ നിന്നും സകല വേദനകളിൽ നിന്നും യേശു കർത്താവ് നിങ്ങളെ രക്ഷിപ്പാൻ പോകുകയാണ്. അതുകൊണ്ട് വിശ്വാസത്തോടെ യേശുവിന്റെ കരങ്ങളിൽ മുറുകെ പിടിച്ചുകൊണ്ട് അവന്റെ പാത പിന്തുടരുക. എല്ലാ പ്രതികൂലത്തിലും ദൈവം നിങ്ങളെ വിടുവിക്കട്ടെ. ഇന്നത്തെ പകൽക്കാലം നിങ്ങൾക്കെതിരായി വരാമാകുന്ന എല്ലാ
അനർത്ഥങ്ങളിൽ നിന്നും ദൈവം വിടുവിക്കുമെന്ന് ഓർത്തുകൊള്ളുക. ആകയാൽ ഈ വചനത്തിന് മുമ്പിൽ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് മുൻപോട്ട് പോകാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ഈ വചനം നിങ്ങൾക്ക് ഓരോരുത്തർക്കും അനുഗ്രഹമായി തീരുന്നുവെങ്കിൽ, നിങ്ങൾക്ക് പ്രാർത്ഥന ആവശ്യമുണ്ടെങ്കിൽ ഈ താഴേക്കാൾ സ്ക്രീനിൽ കാണുന്ന എൻ്റെ നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ആയതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വചനം നിങ്ങൾക്ക് സന്തോഷകരമായി തോന്നുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ മറ്റുള്ളവർക്ക് അത് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ഇതിനെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ നിങ്ങൾ ഇതിനെ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്ഥിരമായി എല്ലാ ദിവസവും ഇതുപോലെയുള്ള ദൈവവചന ധ്യാനം നിങ്ങൾക്ക് ലഭിക്കുവാനായി നിങ്ങൾ അതിനെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് ചെയ്ത് നിങ്ങൾ അതേ മുൻപോട്ട് പോകുക. ഓരോ ദിവസവും എല്ലാ പ്രഭാതത്തിലും അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിന്റെ വചനം നിങ്ങളുടെ കാതുകളിൽ കേൾക്കുവാൻ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. എല്ലാ വേട്ടക്കാരുടെ എല്ലാ പ്രതികൂല സാഹചര്യത്തിലും നമ്മെ വിടുവിക്കുന്ന കർത്താവിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് ഇന്ന് പകൽക്കാലം നല്ലൊരു യാത്ര ചെയ്യാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.